കുറുപ്പന്തറ റെയിൽവേ ഗേറ്റ് താൽക്കാലികമായി അടച്ചു. അതിവേഗ ട്രെയിനുകൾക്കായി പാളങ്ങൾ പുനഃസ്ഥാപിക്കേണ്ട പ്രവർത്തനങ്ങൾ അതിവേഗം നടക്കുകയാണ്. ശനിയാഴ്ച വരെയാണ് ഇതുവഴിയുള്ള ഗതാഗതം നിലവിൽ നിയന്ത്രിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച കാര്യമായ മുന്നറിയിപ്പ് സംവിധാനങ്ങളില്ലെന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട്. പല വാഹനയാത്രക്കാരും കുറുപ്പന്തറ റെയിൽവേ ഗേറ്റിനടുത്ത് എത്തിയ ശേഷം മാത്രമാണ് ഇതുവഴി മുന്നോട്ട് കടന്നു പോകുവാൻ കഴിയില്ലെന്ന് തിരിച്ചറിയുന്നത്. ഇതുമൂലം ഇവർക്ക് മറ്റു വഴികളിലൂടെ കിലോമീറ്റർ സഞ്ചരിച്ചു വേണം ലക്ഷ്യസ്ഥാനങ്ങളിലെത്തുവാൻ. റെയിൽവേ വികസനങ്ങളുടെ ഭാഗമായി കുറുപ്പന്തറയിൽ പുതിയ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിനായുള്ള സ്ഥലമേറ്റെടുപ്പ് പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ട്. പ്രദേശത്തെ പല കെട്ടിടങ്ങളും ഇതിനകം പൊളിച്ചു നീക്കിക്കഴിഞ്ഞതായും നാട്ടുകാർ പറഞ്ഞു. നമ്മുടെ ഇന്ത്യയുടെ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. കാരണം വെച്ചാൽ ഇന്ത്യയിൽ കംപ്ലീറ്റ് റെയിൽവേകളെല്ലാം പഴയ ട്രെയിനുകൾ മാറി പുതിയ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. വന്ദേ ഭാരത്. ഈ വന്ദേ ഭാരത് പോകണമെങ്കിൽ 140-180 കിലോമീറ്റർ സ്പീഡ് വേണം. അപ്പോൾ അങ്ങനെ സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ ഈ ട്രാക്കുകളെല്ലാം മാറ്റണം. കാരണം പഴയ ട്രാക്ക് 70-80 കിലോമീറ്റർ സ്പീഡിലാണ് പഴയ ട്രെയിനുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പോരാ. അപ്പോൾ ആ ട്രാക്ക് മാറി പുതിയ ട്രാക്ക് വരുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ട്രെയിൻ അത്ര സ്പീഡിൽ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള മാത്രമേ നമ്മുടെ സമയം നമുക്ക് നമ്മുടെ സമയം വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട സമയം നമുക്ക് ചുരുക്കണമെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള ആ ട്രെയിൻ പോകുന്ന സംവിധാനം ഉണ്ടാകും. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ ട്രാക്കെല്ലാം മാറുന്നത്. കാരണം മുന്നോട്ടുള്ള ഫ്യൂച്ചറിലുള്ള ആ ഒരു കാഴ്ചപ്പാട് കണ്ടുകൊണ്ടാണ് റെയിൽവേ ഇത് ചെയ്യുന്നത്. അത് നമുക്ക് നല്ല രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ ഉള്ളത് മേൽപ്പാലം. ആ മേൽപ്പാലത്തെ ഭാഗം എങ്ങനെ വെച്ചാൽ മേൽപ്പാലം ഇപ്പം നമ്മുടെ ഈ മേൽപ്പാലം വരുന്നുണ്ട്. 15 വർഷമായിട്ട് ഈ ജനങ്ങൾ ഇവിടെ എല്ലാവരും ഇവിടെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഹാർഡ് വർക്ക് അനുസരിച്ച് നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് ആയി. i4 ന്യൂസ്, ഏറ്റുമാനൂർ.